ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ, സെമി ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക്, അങ്ങനെ പലതരത്തിലുള്ള വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇതിൽ ഏത് വാഷിംഗ് മെഷീൻ നിങ്ങൾ തിരഞ്ഞെടുക്കും? തീർച്ചയായിട്ടും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് അല്ലേ. ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ, ആമസോണിലായിക്കോട്ടെ, ബിഗ് ബില്യൺ ഡേയ്സും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആകെ കൺഫ്യൂഷനാവും ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വ്യൂ ആണ്. എങ്ങനെ ഒരു നല്ല വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, പണ്ട് കാലത്തെ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പാലം തന്നെ എടുക്കാം, തോട്ടിലും അല്ലെങ്കിൽ വീട്ടുവളപ്പിലെ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരി കല്ലിലൊക്കെ തുണി അലക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. തിരക്കേറിയ ഒരു ലൈഫ് സ്റ്റൈൽ, അതോടൊപ്പം തന്നെ ഒട്ടും തന്നെ സമയമില്ല അല്ലേ. അപ്പോൾ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞത് ഏതൊരു വീട്ടിലും ഏറ്റവും അധികം അത്യാവശ്യമുള്ള ഒരു കാര്യം മാറി. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് വാഷിംഗ് മെഷീൻ വാങ്ങാം. ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുക ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ഓഫറുള്ള വാഷിംഗ് മെഷീൻ ഏതാണോ കണ്ണടിച്ച് നമ്മൾ വാങ്ങും. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നോക്കാൻ നമുക്ക് സമയം കൂടി ഇല്ലല്ലേ. ഓഫ്ലൈൻ ആണെങ്കിലോ നമ്മളൊരു കടയിൽ പോകുന്നു, ഷോറൂമിൽ പോകുന്നു, ആ സെയിൽസ്മാൻ ഏതാണോ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് അത് നോക്കി വാങ്ങുന്നു. എന്നാൽ 1-2 മാസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വാഷിംഗ് മെഷീൻ നമുക്കൊട്ടും അനുയോജ്യമല്ലാത്തതാണ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച അത്ര പ്രയോജനം ഇത് ലഭിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നാൻ തുടങ്ങും. അപ്പം എങ്ങനെ ഒരു വാഷിംഗ് മെഷീൻ നമുക്ക് ചൂസ് ചെയ്യാൻ നോക്കാം. ആദ്യമായി നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള വാഷിംഗ് മെഷീനാണ് ഉണ്ടാവാറുള്ളത്. ഒന്ന് ഓട്ടോമാറ്റിക്കും അതുപോലെ തന്നെ സെമി ഓട്ടോമാറ്റിക്കും. മാനുവൽ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി ഒന്നുമില്ല. ഓട്ടോമാറ്റിക്കും സെമി ഓട്ടോമാറ്റിക്കും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ടേം തന്നെയാണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ സെമി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ അതൊരു മാനുവൽ വാഷിംഗ് മെഷീൻ തന്നെയാണ്. അപ്പോൾ എന്താണ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ? ഒരു വാഷിംഗ് മെഷീനിൽ വാഷർ ഉണ്ടാവും, അതുപോലെ തന്നെ ഡ്രയർ ഉണ്ടാവും. വാഷറും ഡ്രയറും സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് സെമി ഓട്ടോമാറ്റിക് എന്നുള്ള വാഷിംഗ് മെഷീൻ നമ്മൾ പറയാം. നമുക്കറിയാം, വാഷറിൽ ക്ലോത്ത് വാഷ് ചെയ്തതിന് ശേഷം ഡ്രയറിലേക്ക് നമ്മൾ തുണിയിലിട്ട് കഴിഞ്ഞാൽ അത് സ്പിൻ ചെയ്ത് നമുക്ക് തുണി ഏകദേശം ഒരു 50% അല്ലെങ്കിൽ ഒരു 40% മുകളിൽ ഉണങ്ങി കിട്ടുന്നല്ലേ. എന്നാൽ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡ്രയറും അതുപോലെ തന്നെ വാഷറും ഒരൊറ്റ യൂണിറ്റാണ്. മിക്കവാറും സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലുള്ള ഡ്രം ആയിരിക്കും ഇതുണ്ടാവുക. ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത് വാഷ് സൈക്കിൾ അനുസരിച്ചാണ്. ഒരു വാഷ് സൈക്കിൾ നമ്മൾ പ്രോഗ്രാമിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിൽ നമുക്ക് തുണി അലക്കി ഏകദേശം ഒരു 70% അല്ലെങ്കിൽ 50% മുകളിൽ തന്നെ ഉണങ്ങി നമുക്ക് കിട്ടും. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ പ്രത്യേകത. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഫ്രണ്ട് ലോഡ്, ടോപ്പ് ലോഡ് തുടങ്ങിയുള്ള ക്ലാസിഫിക്കേഷൻ. കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിന് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനെക്കാളും ഒരുപാട് വില വ്യത്യാസം ഉണ്ടാവും. അതായത് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെങ്കിൽ ഒരു സെമി ഓട്ടോമാറ്റിക്കിന് കുറച്ചും കൂടി പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് ലോഡ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കിട്ടും. എന്നാൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ വളരെ വലിയൊരു തുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും, വിലക്കുറവല്ലേ, അപ്പോൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ എടുത്താൽ പോരുന്നത്. എന്നാൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീന് വില കൂടാനുള്ള മെയിൻ കാരണം അതിൻ്റെ ഈസി യൂസും അതോടൊപ്പം തന്നെ അതിൻ്റെ എഫിഷ്യൻസിയാണ്. അതുകൊണ്ട് തുണി അലക്കുന്ന കാര്യം ആണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, തീർച്ചയായിട്ടും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ തന്നെ ഉപയോഗിക്കുക. കാരണം ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഏകദേശം 40% വരെ വാട്ടറും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും സേവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനിഷ്യലായിട്ടുള്ള കോസ്റ്റ് ഇതിന് വളരെ ഹൈ ആണ്. എന്നാൽ ഈ ഇനിഷ്യൽ കോസ്റ്റ് കൊടുത്താലും ഭാവിയിൽ അത് നിങ്ങളെ തിരിച്ച് റിട്ടേൺ ആയിട്ട് വരുന്നുള്ളതാണ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആയിട്ടുള്ള പ്രത്യേകത. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി ഞാൻ പിന്നീട് പറയാം. പിന്നീട് നിങ്ങൾ വാഷിംഗ് മെഷീനിൽ കാണുന്ന ഒന്നാണ് കപ്പാസിറ്റി അല്ലേ. 6 kg, 7 kg, 8 kg, 9 kg ഇങ്ങനെ ഓരോ കപ്പാസിറ്റി ഓരോ കിലോ കണക്കിനാണ് വാഷിംഗ് മെഷീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് കപ്പാസിറ്റി? അതായത് ഒരു വാഷ് സൈക്കിളിൽ എത്ര തുണികൾ ഒരു വാഷിംഗ് മെഷീൻ വാഷ് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ അളവാണ് ഈ കപ്പാസിറ്റി സൂചിപ്പിക്കുക. ഡ്രമ്മിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ മോട്ടറിൻ്റെ കപ്പാസിറ്റിയും അതോടൊപ്പം RPM റേറ്റ് ഇതൊക്കെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ കപ്പാസിറ്റി കണക്കാക്കുക. നോർമലായിട്ടുള്ള ഒരു ചെറിയ കുടുംബത്തിൽ, അതായത് സിംഗിളായിട്ടോ അല്ലെങ്കിൽ കപ്പിളായിട്ടുള്ള ഒരു കുടുംബത്തിന് ഒരു 6 kg to 7 kg തന്നെ മതിയാവും. എന്നാൽ മെമ്പേഴ്സിന് എണ്ണം കൂടുകയാണ്, അല്ലെങ്കിൽ ഒരു 4 മെമ്പേഴ്സിൽ കൂടുതലുള്ള ഒരു ഫാമിലി ആണെങ്കിൽ തീർച്ചയായിട്ടും 7 to 8 kg നിങ്ങൾ പോകേണ്ടതായിട്ട് വരും. അതായത് ഒരു വാഷ് സൈക്കിളിൽ 30 മുതൽ ഒരു 40 തുണികൾ വരെ അലക്കാൻ കഴിയുന്ന രീതിയിലാണ് 8 kg അല്ലെങ്കിൽ 9 kg കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 to 9 kg ഉള്ള വാഷിംഗ് മെഷീൻ വാങ്ങുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് വളരെ അധികമാണ്, അല്ലെങ്കിൽ എല്ലാ ദിവസവും അലക്കുന്ന എപ്പോഴും വാഷിംഗ് മെഷീൻ എൻഗേജ്ഡ് ആവുമെന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും 10 kg എബോവിനുള്ള വാഷിംഗ് മെഷീൻ തിരഞ്ഞെടുക്കുക.
ഏകദേശം ഒരു 50 തുണികളൊക്കെ അല്ലെങ്കിൽ 50-ൽ കൂടുതൽ ക്ലോത്ത്സ് പെർ വാഷ് സൈക്കിളിൽ നിങ്ങൾക്ക് 10 kg കപ്പാസിറ്റി ഉള്ള തുണികൾ അലക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കപ്പാസിറ്റി എന്താണെന്ന് ചെറിയൊരു ഐഡിയ വന്നിട്ടുണ്ടാവും അല്ലേ? ഇനി കപ്പാസിറ്റിക്ക് ശേഷം അടുത്തതാണ് അതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഡൈമെൻഷൻ എന്ന് പറയും. നമുക്കറിയാം വലിയൊരു വാഷിംഗ് മെഷീൻ നമ്മുടെ റൂമിന് ഒതുങ്ങുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സ്പേസ് നമ്മൾ വേസ്റ്റ് ആയി പോകും അല്ലേ? അപ്പോൾ റൂമിന് അനുസരിച്ച് തന്നെ ഇപ്പോൾ പുതിയൊരു വീട് പണിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആർക്കിടെക്ചറിനോട് സംസാരിച്ച് തീർച്ചയായിട്ടും അതിൻ്റെ ഡൈമെൻഷനും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. നോർമലായിട്ടുള്ളൊരു വാഷിംഗ് മെഷീൻ ഏകദേശം 540 mm to 600 mm ഈ ഡൈമെൻഷനിലായിരിക്കും വരിക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ വേറെ കാര്യം കൂടി ശ്രദ്ധിക്കുക, ഒരു 150 mm എങ്കിലും തീർച്ചയായിട്ടും പുറകിലും അതുപോലെ തന്നെ സൈഡിലൊക്കെ ഗ്യാപ്പ് നിങ്ങൾ പ്രോപ്പർ വെന്റിലേഷന് വേണ്ടി വാഷിംഗ് മെഷീന് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വാട്ടറിൻ്റെ ഇൻലെറ്റ് പൈപ്പ് അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് പൈപ്പ് ഇവയുടെ ലൊക്കേഷനും കൂടി തീർച്ചയായിട്ടും നിങ്ങൾ പരിഗണിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് വാഷിംഗ് മെഷീനിൽ നിന്ന് കിട്ടുള്ളൂ. ഇനി അടുത്തതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, വാഷിംഗ് മെഷീൻ്റെ ടബ് മെറ്റീരിയൽ. സാധാരണ രീതിയിൽ മാർക്കറ്റ് 3 ടൈപ്പ് ഓഫ് വാഷിംഗ് മെഷീൻ ടബ് അവൈലബിൾ ആണ്. ഒന്നാമത് പോർസലൈൻ മെറ്റീരിയൽ കൊണ്ടുള്ള വാഷിംഗ് ടബാണ്. പിന്നെയുള്ളത് നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ, പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വാഷിംഗ് ടബ് വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഒപ്റ്റിമൽ അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രമ്മുകളാണ്. ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വാഷിംഗ് മെഷീനിൽ വർക്ക് ചെയ്യുക. എന്നാൽ നമുക്കറിയാം മിക്കവാറും ലോ കോസ്റ്റിൽ വരുന്ന ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ മിക്കവാറും പ്ലാസ്റ്റിക് ഡ്രമ്മുകളായിരിക്കും ഉണ്ടാവുക. ഡ്യൂറബിലിറ്റീൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട, പ്ലാസ്റ്റിക് ഡ്രമ്മ് വളരെയധികം കാലം ഡ്യൂറബിളായിട്ട് നിൽക്കും. പക്ഷേ എഫക്റ്റീവ് വാഷിങ്ങിന് തീർച്ചയായിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രമ്മ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ മിക്കവാറും വരുന്നത് അല്ലെങ്കിൽ 90% വരുന്നത് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ച് തന്നെയാണ്. അതിനുള്ള മെയിൻ കാരണം RPM ആണ്. അപ്പം RPM എന്താണ് നമുക്ക് നോക്കാം. RPM എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ പെർ മിനിറ്റ്. നിങ്ങൾക്കറിയാം ഒരു വാഷിംഗ് മെഷീനിൽ തീർച്ചയായിട്ടും ഒരു മോട്ടർ ഉണ്ടാവും അല്ലേ? ആ മോട്ടറിൻ്റെ റൊട്ടേഷനെ സൂചിപ്പിക്കുന്നതാണ് RPM. എപ്പോഴും RPM ഉയർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു എഫക്റ്റീവ് വാഷിങ്ങും അതുപോലെ തന്നെ ഡ്രൈയിങ്ങും നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിൽ കിട്ടും. നോർമലായിട്ടുള്ള ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ മിനിമം 1000 RPM എങ്കിലും ഉണ്ടാവണം എന്നുള്ളത് നിങ്ങൾ പരിഗണിക്കുക. എന്നാൽ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് 750 RPM മുതലായിരിക്കും സ്റ്റാർട്ടിങ്. ഈ കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ വിലക്കുറവെന്നും അതുപോലെ തന്നെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വിലക്കുള്ളതും. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ മോട്ടറിൻ്റെ പ്ലേസ്മെൻറ്റും അതോടൊപ്പം തന്നെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ വാഷിംഗ് ടബ് കറങ്ങുക. നോർമലായിട്ട് നമുക്കറിയാം ടോപ്പിൽ നിന്ന് നമ്മൾ തുണികൾ ഇടുന്നു, അതിനുശേഷം ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മുടെ വാഷിംഗ് ടബ് കറങ്ങുന്നു. എന്നാൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ നമുക്കറിയാം മോട്ടറിൻ്റെ പ്ലേസ്മെൻറ്റും അതോടൊപ്പം തന്നെ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റും കുറച്ച് അധികമായിരിക്കും. എന്നാൽ എഫക്റ്റീവായിട്ടുള്ള ഒരു വാഷിങ്ങിന് എൻ്റെ റെക്കമെൻഡേഷൻ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ചോദ്യമായിരിക്കും, ഈ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനെ പറ്റി അധികം പറയുന്നില്ലല്ലോ എന്ന്. എന്നാൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ പ്രവർത്തനം വളരെ സിമ്പിളാണ്. മാനുവൽ ആയിട്ടുള്ള ഒരു ടൈമർ ആയിരിക്കും. നമ്മുടെ വാഷറിന് ഒരു ടൈം സെറ്റ് ചെയ്യുന്നു. നമുക്കറിയാം 10 മിനിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഷർ 10 മിനിറ്റ് വർക്ക് ചെയ്യുന്നു, അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നു. അതിനുശേഷം നമ്മൾ തുണി ഡ്രയറിലേക്ക് ഇടുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാമോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട, നോർമൽ ഈസി പ്രൊസീജിയർ. എന്നാൽ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഒരുപാട് വാഷ് പ്രോഗ്രാമുകളുണ്ടാവും. പണ്ട് കാലത്ത് 1 2 അല്ലെങ്കിൽ 3 വാഷിംഗ് പ്രോഗ്രാം ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പം നമുക്ക് വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ളൊരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ നമുക്കറിയാം മൊബൈലിൽ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് 50-ലധികം വാഷ് പ്രോഗ്രാമുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ ഏതാണെന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് RPM എത്രയാണ്, അതോടൊപ്പം തന്നെ വാഷ് എത്ര ടൈം റിൻസ് ചെയ്യണം, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് തുണി ഉണക്കി തരും. ഇതാണ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. എന്നാൽ നമുക്കറിയാം ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്തായി കഴിഞ്ഞാൽ ആ ടോട്ടലി നമ്മുടെ വാഷിംഗ് മെഷീൻ പ്രവർത്തനരഹിതമാവും. അപ്പോൾ എപ്പോഴും അത്തരത്തിൽ മെയിൻ്റെനൻസ് കുറച്ചും കൂടെ ചിലവേറിയതാണ് ഓട്ടോമാറ്റിക് വാഷിംഗ്. എന്നാൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ ഇത്തരത്തിൽ വാഷ് പ്രോഗ്രാം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു മോട്ടറും അതിന് കണക്ട് ചെയ്തിട്ടുള്ള വാഷറും കൊണ്ടായതുകൊണ്ട് മെയിൻ്റെനൻസ് വളരെയധികം കുറവായിരിക്കും സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എനർജി എഫിഷ്യൻസി. വാഷിംഗ് മെഷീൻ നമുക്കറിയാം തുണി അലക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
എന്നാൽ തുണി അലക്കുന്നതിനൊപ്പം ഒരുപാട് വെള്ളവും അതുപോലെ തന്നെ വൈദ്യുതിയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് പ്രശ്നങ്ങളിലേക്ക് സൃഷ്ടിക്കും. അതുകൊണ്ട് സ്റ്റാർ റേറ്റിംഗ് എപ്പോഴും നോക്കി തന്നെ വാങ്ങുക. ഏറ്റവും കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ള വാഷിംഗ് മെഷീനിൽ കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആയിരിക്കും. അതായത് കുറഞ്ഞ വൈദ്യുതിയും കുറച്ച് വെള്ളവും മാത്രമേ ഇത്തരത്തിലുള്ള വാഷിംഗ് മെഷീനുകൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ എനർജി എഫിഷ്യൻസി കൂടി നിങ്ങൾ നോക്കി വാങ്ങുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കസ്റ്റമർ സർവീസ്. നമുക്കറിയാം വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പണ്ടുകാലത്ത് അറിയാം 15-20 കൊല്ലം വരെ ഒരു വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇപ്പോൾ 5 മുതൽ 7 വർഷം വരെയൊക്കെ മാക്സിമം വാഷിംഗ് മെഷീൻ കാലാവധി കിട്ടുള്ളെങ്കിലും ആഫ്റ്റർ സെയിൽസ് സർവീസ് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഓഫ്ലൈനായിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതം. എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ആ ഷോപ്പുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് അപ്പോൾ തന്നെ കിട്ടും. ഓൺലൈനിൽ കുറച്ചും കൂടെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മോട്ടറിൻ്റെ വാറണ്ടി, മോട്ടറിൻ്റെ ടൈപ്പ്, BLDC മോട്ടേഴ്സ്, ഇൻവെർട്ടർ ടൈപ്പ് മോട്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പം പുതിയ ലേറ്റസ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള ടെക്നോളജിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്താം. അതുപോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ തീർച്ചയായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യുക. നമുക്കറിയാം ഒരുപാട് പുതിയ കമ്പനികളൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഷിംഗ് മെഷീനും ഇലക്ട്രോണിക് ഹോം അപ്ലയൻസസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും പരീക്ഷിക്കാം. പക്ഷേ റിലയബിളായിട്ട് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ കുറേ കാലം ഡ്യൂറേഷനിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെപ്യൂട്ടഡ് കമ്പനീസ് ഉപയോഗിക്കും. ഇനി അവസാനമായിട്ട് കുറച്ച് ടിപ്സുകളും കൂടി പറഞ്ഞുതരാം. വാഷിംഗ് മെഷീൻ വാങ്ങുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പോൾ AI യുഗമാണല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പം എന്ത് വാങ്ങിക്കഴിഞ്ഞാലും ഹോം അപ്ലയൻസസ് ആയിക്കോട്ടെ, വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, എന്ത് സാധനം വാങ്ങിയാലും AIയുടെ ലോഗോ വെച്ചിട്ടായിരിക്കും മിക്കവാറും വാഷിംഗ് മെഷീനും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ വരാം. എന്നാൽ ഇത് ശരിക്കൊരു മാർക്കറ്റിംഗ് ഗിമിക്കാണ്. വാഷിംഗ് മെഷീൻ്റെ വാഷ് പ്രോഗ്രാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് വരിക. എന്നാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ AI, അതുപോലെ തന്നെ വൈഫൈ, ബ്ലൂടൂത്ത് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സുകളൊക്കെ ആണോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യം. ഇതിനേക്കാളൊക്കെ പുറമെ നല്ല രീതിയിൽ തന്നെ വസ്ത്രം അലക്കി ഉണക്കി നമുക്ക് കയ്യിൽ കിട്ടുക. ഇതാണ് വാഷിംഗ് മെഷീൻ്റെ പണ്ട് തൊട്ടേ ഉള്ള നമ്മുടെ ആവശ്യം അല്ലേ. അപ്പോൾ നിങ്ങളൊരു വാഷിംഗ് മെഷീൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ കാര്യത്തിനായിരിക്കും പ്രാധാന്യം നൽകുന്നത്. അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് ഒരുപാട് ബ്രാൻഡുകൾ അധികമായിട്ട് പൈസ ഈടാക്കി അവരുടെ സെയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഒരേ മോഡലിലുള്ള 2 വാഷിംഗ് മെഷീനിൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒരു ബ്രാൻഡ് കൊടുക്കുകയാണ്. എന്നാൽ ഓൺലൈനിൽ വാങ്ങുന്ന സമയത്ത് അത് എക്സ്ക്ലൂസീവ് എന്നുള്ള രീതിയിൽ സീരിയൽ നമ്പറൊക്കെ മാറ്റി അല്ലെങ്കിൽ മോഡൽ നമ്പർ മാറ്റിയായിരിക്കും വിൽക്കുക. എന്നാൽ ഒരേ മാനുഫാക്ചറിങ് യൂണിറ്റിന് ഒരേ സമയം ഒരേ കപ്പാസിറ്റി ഒരേ രീതിയിലുള്ള മെക്കാനിക്കൽ പാർട്സൊക്കെ ഉള്ള അതേ സംഭവമായിരിക്കും. എന്നാൽ കുറച്ച് അധികം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് എന്നുള്ള രീതിയിൽ ഓൺലൈനിൽ കൊടുക്കും. ചിലപ്പോൾ ഒരു വൈഫൈ അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്ത് ചിപ്പ് അല്ലെങ്കിൽ നമുക്കറിയാം AIൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ടായിരിക്കും കൊടുക്കുക. എന്നാൽ അതിൻ്റെ പ്രൈസ് പ്രീമിയം പ്രൈസിൽ വിൽക്കുകയും ചെയ്യും. എന്നാൽ ഇതിന്നൊക്കെ ഒഴിവാക്കി ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനും ഉള്ള, അതായത് അഡീഷണൽ ഫീച്ചേഴ്സിനേക്കാളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം അഡീഷണൽ ഫീച്ചേഴ്സിലേക്ക് പോവാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, മിക്കവാറും ബ്രാൻഡ്സുകളൊക്കെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സെല്ലറുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടായിരിക്കും സെയിൽസൊക്കെ നടത്തല്ലേ. നമുക്കറിയാം അവരുടെ ഏറ്റവും മൂവിങ് അല്ലാത്ത പ്രൊഡക്റ്റ് ആയിരിക്കും ഇത്തരത്തിലുള്ള തേർഡ് പാർട്ടി സെല്ലേഴ്സ് പുഷ് ചെയ്യാൻ നോക്കുക അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള സെയിൽ പർച്ചേസുകളിലേക്ക് പോവാം. പിന്നീടുള്ളതാണ് വാഷ് പ്രോഗ്രാം. നമ്മളൊരു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കറിയാം നമ്മൾ എത്ര വാഷ് പ്രോഗ്രാംസ് ഉപയോഗിക്കും. ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 4 വാഷ് പ്രോഗ്രാംസ് അല്ലേ. എന്നാൽ ഇന്ന് വരുന്നത് ഒരു 20 30 അല്ല, ഒരു 50 വാഷ് പ്രോഗ്രാംസ് വരെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള രീതിയിൽ വാഷ് പ്രോഗ്രാംസുള്ള വാഷിംഗ് മെഷീൻസ് വരുന്നുണ്ട്. ഇതിൽ 1 or 2 മാത്രമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. എന്നാൽ ഇതിന് വാങ്ങുന്ന പ്രൈസോ വളരെ ഹൈ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വാഷ് പ്രോഗ്രാംസിന് എണ്ണം നോക്കിയിട്ടല്ല നിങ്ങൾ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങേണ്ടത്. പിന്നെ മറ്റുള്ളൊരു കാര്യമാണ്, വാഷിംഗ് മെഷീൻ കേടായി കഴിഞ്ഞാൽ അതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ പണ്ടുള്ളതുപോലെയല്ല, എല്ലാം പ്രൊപ്പറേറ്ററി പാർട്സുകളായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് നിങ്ങളൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ സ്പെയർ പാർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ബ്രാൻഡിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുള്ളൂ. ആഫ്റ്റർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ആ പാർട്സ് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ട് കിട്ടില്ല. എന്നാൽ ഇത്തരത്തിലുള്ള സ്പെയർ പാർട്സിന് ഒരുപാട് വില ഈ ബ്രാൻഡുകൾ വാങ്ങുന്നുണ്ട്. കാരണം നിങ്ങളുടെ വാഷിംഗ് മെഷീൻ കേടായി കഴിഞ്ഞാൽ ഒരു എക്സ്ചേഞ്ചിലൂടെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു വാഷിംഗ് മെഷീൻ നിങ്ങൾ പർച്ചേസ് ചെയ്യൂ എന്നുള്ള രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയാണിത്. തീർച്ചയായിട്ടും പുതിയ കാലത്തിൽ വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വാങ്ങുന്ന പർച്ചേസ് ഡിസിഷനൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.